യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പറയുന്നു, ആകാശത്തിനു കീഴിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു. ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യേശുവിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സമാധാനവും നമുക്ക് നൽകിയിട്ടുണ്ട്. യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. യേശുവിനെ കൂടാതെ സമാധാനപരമായിട്ട് ജീവിക്കാനായിട്ട്, ഹൃദയ സ്വസ്ഥതയോടെ ജീവിക്കാനായിട്ടാവില്ല. കാരണം സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്നത് യേശുവാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ 3-ാമത്തെ ചാക്രിക ലേഖനം ഫ്രത്തല്ലോ തുത്തി, എല്ലാവരും സഹോദരർ. ഈ ചാക്രിലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാവർക്കും. ഈ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാവരും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഹൃദയ തുറവിയുള്ള ഒരു ജീവിതം നയിക്കണം. ഗലാത്യ 5:1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാവരുത്. യേശുക്രിസ്തുവിലൂടെയാണ് സ്വാതന്ത്ര്യവും രക്ഷയും ദൈവപിതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറ്റെവിടെ ചെന്നാലും അവിടെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ മാത്രമേ മാനവരാശിക്ക് ലഭിക്കുന്നുള്ളൂ. ഞങ്ങൾ സ്ഥിരതയോടെ നിൽക്കുക. യേശുവിലുള്ള വിശ്വാസത്തിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം.
അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പിശാചു നിങ്ങളെ ഇനി ഒരിക്കലും അടിമത്തത്തിലേക്ക് കൊണ്ടുപോകരുത്. കാരണം ക്രിസ്തുവിലൂടെ നമുക്ക് സമ്പൂർണ്ണ രക്ഷയുണ്ട്, വിടുതലുണ്ട്. അടിമത്തത്തിൻ്റെ നുകം നമ്മുടെ മേൽ ഇനി വയ്ക്കപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. പരിശുദ്ധ പിതാവ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ജനിച്ച് വളർന്ന് ജീവിച്ച മണ്ണിൽ നമ്മൾ ജീവിക്കണം. നമ്മൾ ജനിച്ച നാട്, നമ്മുടെ സംസ്കാരം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറുന്നത് പരിശുദ്ധ പിതാവ് നിരുത്സാഹപ്പെടുത്തുകയാണ് ഈ ചാക്രി ലേഖനത്തിലൂടെ. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരിയേറെ കുടിയേറ്റങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അനേക യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ കുടിയേറി താമസിക്കുക. ജനിച്ച നാടും വീടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നമ്മൾ ജീവിച്ച സംസ്കാരമൊക്കെ വിട്ട് മറ്റൊരു സംസ്കാരം കടം മേടിക്കുവാനായിട്ട് അനേക പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ക്രൈസ്തവരായിട്ടുള്ളവർ പോയി. അവർ കുടിയേറി അവിടെ താമസം ആരംഭിച്ചു. അവരുടെ മക്കളൊക്കെ അവിടെ ഇന്ന് ജീവിക്കുന്നു. അവിടെ ജീവിക്കുന്നവർക്കറിയാം, ജീവിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം, പലർക്കും മക്കളെ നഷ്ടമായി. പാശ്ചാത്യ സംസ്കാരം, അമിത സ്വാതന്ത്ര്യത്തിൻ്റെ, ലൈംഗികതയുടെ സംസ്കാരം, കുടുംബം അവിടെ നഷ്ടപ്പെട്ടു. പുരുഷനും പുരുഷനും, സ്ത്രീയും സ്ത്രീയും ഒന്നിച്ചു ജീവിക്കുന്നു, മക്കളെ വേണ്ട. അങ്ങനെ ക്രൈസ്തവ കുടുംബങ്ങൾ അവിടെ നഷ്ടമായി. അനേകം പാശ്ചാത്യ രാജ്യങ്ങൾ, കാനഡയും UK-യും അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് കത്തോലിക്ക ദേവാലയങ്ങൾ അടച്ചുപൂട്ടി വിൽക്കാനായിട്ട് കൊടുക്കുകയാണ്. ക്രൈസ്തവരുടെ സംഖ്യ എല്ലായിടത്തും കുറഞ്ഞു. കാരണം മക്കൾ ഇല്ല. മക്കളെ വേണമെന്നോ കുടുംബം വേണമെന്നോ വിവാഹ ജീവിതം വേണമെന്നുള്ള താല്പര്യം അവർക്കില്ലാതെ പോയി. അമിതമായ ആ ലോകത്തിൻ്റെ താല്പര്യം അവരെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. ക്രൈസ്തവ സംസ്കാരം വിളഞ്ഞു നിന്ന ലോകരാജ്യങ്ങളിൽ കുടിയേറ്റക്കാർ വന്നു. അവരിലൂടെ സ്വസ്ഥത, സമാധാനം ഒക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അനേകം രാജ്യങ്ങളുടെ അവസ്ഥ ഇതാ. ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് അനേക വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ സഹോദരങ്ങൾ ഇന്ന് അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കൾ കൈവിട്ടുപോയി. എല്ലാ മേഖലകളിലും തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായിട്ട് പറയുക, നിങ്ങളുടെ നാടും സംസ്കാരവും ജനിച്ചു വളർന്ന മണ്ണും വിട്ടുപോകരുത്. അവിടെ തന്നെ നിങ്ങൾ ജീവിക്കണം. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണം. ഇവിടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. മാന്യമായിട്ട് ജോലി ചെയ്ത് ഇവിടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ലഭിച്ച ആ ക്രിസ്തീയ മൂല്യങ്ങൾ, അവയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ സാധിക്കണം. ഏത് രാജ്യത്താണോ അവിടെ ആയിരിക്കാൻ സാധിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രി ലേഖനം 4-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുക. കുടിയേറ്റത്തെ മാർപ്പാപ്പ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ കുടിയേറി. നാട്ടില് പ്രായമായ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വീടിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വേലക്കാരനോ കാണും, മറ്റാരുമില്ല. മക്കളുടെ സ്നേഹം അനുഭവിക്കാൻ, മക്കളുടെ പരിചരണം ഏറ്റുവാങ്ങുവാൻ ഒന്നും ഈ മാതാപിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ചിന്തിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് മാറണം. നമുക്ക് മക്കളെ പഠിപ്പിക്കുക, അല്ല വിദേശങ്ങൾ വിട്ട് പഠിപ്പിക്കുക, അവിടെ കുടിയേറുക, അവിടെ താമസിക്കുക.
ആ ഒരു ചിന്ത നമ്മൾ ഉപേക്ഷിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. ക്രൈസ്തവ സമൂഹത്തിൻ്റെ എണ്ണം അടിക്കടി ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിത് മനസ്സിലാക്കണം. നമ്മുടെ യുവജനങ്ങൾ എത്രയോ പേരാ വിവാഹം കഴിക്കുന്നില്ല, പെൺകുട്ടികളെ കിട്ടാനുള്ള അവസ്ഥ. നമ്മുടെ പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം ചെയ്തു, അവരൊക്കെ വിദേശത്ത് പോകുന്നു. അങ്ങനെയെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ സമുദായം കടന്നു പോകുക. ഇതേക്കുറിച്ച് വ്യക്തമായ ഒരു ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഓരോ ക്രൈസ്തവ കുടുംബവും ഇതേക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ മക്കൾ ഇവിടെ പഠിക്കണം, ഇവിടെ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഗവൺമെൻറ് സർവീസുകളിൽ നമ്മുടെ മക്കൾ ഇവിടെ ജോലി ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മുടെ സംസ്കാരം അതിൻ്റെ തനിമ വിട്ട് നമ്മൾ പോകരുത്. നമ്മൾ ആയിരിക്കുന്നിടത്ത് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെ നമുക്ക് സ്നേഹിക്കാനും അവരോട് കൂടെ ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കണം. ഒരു കാലഘട്ടത്തിൽ ഒരു 20 അല്ല 25 വർഷം മുൻപ് കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങൾ ധാരാളം മക്കൾ കൊണ്ട് സമ്പന്നരായിരുന്നു. 8ഉം 10ഉം ചില കുടുംബങ്ങൾ 12ഉം 14ഉം ഒക്കെ മക്കൾ ഉണ്ടായിരുന്നു. പിന്നീടത് കുറഞ്ഞു 2 കുട്ടികളായി പല കുടുംബങ്ങളിലും. അതിൻ്റെ തകർച്ച നമ്മൾ ഇന്ന് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇടുങ്ങിയ മനസ്ഥിതി മാറണം. വളരെ ചെറുപ്രായത്തിൽ തന്നെ 25 വയസ്സിനുള്ളിൽ താഴെ തന്നെ യുവാക്കന്മാർ യുവതികൾ വിവാഹം കഴിക്കണം. ധാരാളം മക്കൾക്ക് ജന്മം നൽകണം. നമ്മൾ തിരിച്ചറിയുക, പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുടുംബത്തിന് ബലമുണ്ടായിരുന്നുവെങ്കിൽ അത് മക്കളുടെ എണ്ണത്തിലെ ബലമായിരുന്നു. ധാരാളം മക്കളുടെ കുടുംബങ്ങളാ സന്തോഷവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുമെന്ന്. അതൊരു സത്യം തന്നെയാണ്. ഇതൊക്കെ മറന്നുകൊണ്ട് കുടുംബങ്ങളായിട്ട് മാറി അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ഇന്ന് ക്രൈസ്തവ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിൽ കുടിയേറുന്ന ചിന്ത അതൊക്കെ നമുക്ക് മനസ്സിൽ നിന്ന് വിടണം. നമ്മുടെ മക്കൾ ഇവിടെ വളരണം, ഇവിടെ പഠിക്കണം. ഇവിടെ എത്രയോ ഉന്നതമായ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. IAS, IPS, അഡ്വക്കറ്റോ മറ്റ് എത്രയോ നല്ല പ്രൊഫഷനുകൾ നമ്മുടെ ഇവിടെയുണ്ട്. മാന്യമായിട്ട് ജോലി ചെയ്ത് ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? അങ്ങനെ നമ്മൾ ചിന്തിക്കണം ഇനി. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ കാരണങ്ങൾ അനുദിനം പത്രം വായിക്കുന്നവർക്ക് മനസ്സിലാകും, ലോക വാർത്തകൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. ലോകരാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭീകരതയും ഭീകരവാഴ്ചയും അക്രമങ്ങളും അനീതികളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഹല്ലേലൂയ. ജനിച്ച മണ്ണിൽ ജീവിച്ചുകൂടെ? മാർപ്പാപ്പ പറയുന്ന പോലെ ജനിച്ച നാടും വീടും മണ്ണും വിട്ട് കുടിയേറുന്നത് പാടില്ല. ഇത് ശക്തമായൊരു ചിന്തയാ. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി നമുക്ക് തുറന്നു കൊടുക്കാം. കർത്താവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി കുരിശിൽ തുറക്കപ്പെട്ടു. യോഹന്നാൻ 19:34. കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ പാർശ്വം കുത്തിപ്പിളക്കപ്പെട്ടു, രക്തവും വെള്ളവും ഒഴുകി. ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവർക്കും. അവിടെ ജാതിയോ മതമോ പാപിയെന്നോ നല്ലവനെന്നോ ഒന്നും വ്യത്യാസം. എല്ലാവർക്കും യേശുവിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. അല്ല, യേശുവിൻ്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ട്. അങ്ങനെ തുറന്നു വയ്ക്കപ്പെട്ട വിശാലമായൊരു ഹൃദയം നമുക്കുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ യുദ്ധങ്ങൾ, വർഗീയ കലാപങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, കൊടുങ്കാറ്റ്, ഭൂകമ്പങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കണം.
അവരുടെ ജീവിതത്തിലുള്ള വഴികൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ക്രമീകരിച്ചു കൊടുക്കണം. അടിമത്തത്തിൻ്റെ നുകങ്ങൾ തകർക്കപ്പെടണം. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം. ആകയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. പൊതുവായിട്ട് പറയുന്നു സകല മനുഷ്യർക്കും നമുക്ക് നന്മ ചെയ്യാം. എന്നിട്ട് പറയാണ് അപ്പോസ്തലൻ പൗലോസ്, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. അത് ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ ഒരേ കുടുംബത്തിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവര്, യേശുവിനെ ആരാധിക്കുന്നവര്, അവർക്ക് നന്മ ചെയ്യാൻ ഒരു മടിയും വിചാരിക്കരുതെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒരിക്കൽ കൂടി ആ വചനം ഞാൻ വായിക്കുന്നു, പ്രത്യേകിച്ച് വിശ്വാസത്താൽ ഒരേ കുടുംബത്തിലെ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ക്രിസ്ത്യാനി എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാവണം. സമുദായ സ്നേഹത്തിൽ നമ്മൾ വളരണം. സമുദായ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മറ്റ് ക്രൈസ്തവരെ, മറ്റ് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഒത്തിരി സഭാ വിഭാഗങ്ങളുണ്ട്. ഓർത്തഡോക്സ്, യാക്കോബായ, പെന്തക്കോസ്ത്, മർത്തോമ, CSI, സാൽവേഷൻ ആർമി, എന്തെല്ലാം സഭകളുണ്ട്. അവരൊക്കെ യേശുവിനെ ആരാധിക്കുന്നവരാ. ഒരേ വിശ്വാസത്തിൽ ഒന്നിച്ചായിരിക്കുന്നവർക്ക് നമുക്ക് നന്മ ചെയ്യാൻ കഴിയണം. അവിടെ സഭ വ്യത്യാസം മറന്നുകൊണ്ട് സ്നേഹിക്കുവാനും നന്മ ചെയ്യാനുമുള്ള ഒരു ഹൃദയ വിശാലത നമുക്ക് ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത, യേശുവിനെ ആരാധിക്കുന്നവരെല്ലാവരും ഒന്നാവണം, ഒറ്റ മനസ്സാവണം, ഒറ്റക്കെട്ടാവണം. സമുദായ സ്നേഹമെന്ന വലിയ ഒരു ചിന്ത നമുക്കുണ്ടാവണം. ക്രൈസ്തവ സഹോദരങ്ങൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസത്തിൻ്റെ പേരിൽ പരസ്പരം വിദ്വേഷത്തിൽ കഴിയാനോ പോരടിക്കുവാനോ പാടില്ല. അത് നമ്മുടെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമായിട്ട് മാറുകയാണ്. അതിലൂടെ ശത്രു, തിന്മയുടെ ശക്തികൾ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയാണ്. സഭകളിലെ ഭിന്നിപ്പ് അത് വലിയ വിദ്വേഷമായി, വൈരാഗ്യമായിട്ട് മാറുന്നു, കേസുകളായിട്ട് മാറുന്നു. കോടതി കേസുകൾ, അതിനോടനുബന്ധിച്ച വിധികൾ, അതൊക്കെ വന്നിട്ട് പിന്നെ എന്തെല്ലാം ക്രൈസ്തവതയിലെ വിഷമങ്ങൾ, പ്രതിസന്ധികൾ രൂപപ്പെടുന്നത്. സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ മക്കള് പരസ്പരം വിദ്വേഷത്തിൽ ജീവിക്കുക. ഇതിന് ഒരു മാറ്റമുണ്ടാവണം. വിദ്വേഷമുള്ള വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല. വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും പ്രവർത്തിക്കുന്നവര്, അങ്ങനെ ജീവിക്കുന്നവരിൽ കുടികൊള്ളുന്നത് പിശാച് കുടികൊള്ളുക. അവര് പിശാചാണ് സഭയെ തകർക്കാനുള്ള ഈ കുൽസിത ശ്രമങ്ങളിൽ വിശ്വാസികളെ ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ദൈവജനമേ, ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്താണ് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിലായവർ കരങ്ങൾ കോർത്തുപിടിക്കണം. യേശുവിനെ ആരാധിക്കുന്നവരെല്ലാവരും കരങ്ങൾ കോർത്തുപിടിച്ച് ഒറ്റക്കെട്ടായി സമുദായ സ്നേഹത്തിലേക്ക് വരണം. അത് ദൈവസ്നേഹത്തിൽ നിറഞ്ഞുള്ള സമുദായ സ്നേഹം ആയിട്ട് മാറണം. ഹല്ലേലൂയ. ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇതാണ്. വ്യത്യസ്തമായ സഭാസമൂഹങ്ങൾ മറന്ന് എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്നാണ് യേശു
നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കരവേലകളാ. നമ്മളിലൂടെ വലിയ സൽപ്രവൃത്തികൾ ദൈവത്തിന് ചെയ്യാനുണ്ട്. ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാ നമ്മൾ എന്തിനാ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടത്? നമ്മിലൂടെ ക്രിസ്തുവിന് അനേകർക്ക് സൽപ്രവൃത്തികൾ ചെയ്തു കൊടുക്കണം. നമ്മിലൂടെ ക്രിസ്തു വെളിപ്പെടണം. നമ്മിലൂടെ ദൈവരാജ്യം വളരണം. നമ്മിലൂടെ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാവണം. സമ്പാദിക്കുക, വിദേശത്ത് പോകുക, പണം സമ്പാദിക്കുക, വലിയ വീട് പണിയുക, സുഖമായി ജീവിക്കുക, സമ്പത്തിൻ്റെ ഹൂങ്ക് നാട്ടിൽ കാണിക്കുക, ഇതൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസ ജീവിതം. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് നീ വിദേശത്താണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും 6 അടി മണ്ണിലേക്ക് മടങ്ങേണ്ടവനാ. ആ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയാണ് നമുക്കുണ്ടാവേണ്ടത്. പണസമ്പാദനം, ലോകത്തിൻ്റെ നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ള ആ ഒറ്റ ചിന്തയിൽ പൊക്കൊണ്ടിരിക്കുക മനുഷ്യൻ. സഹോദരിമാർക്ക് പ്രസവിച്ച് ധാരാളം കുഞ്ഞുങ്ങൾക്ക് വളർത്തുവാൻ മടിയ. കാരണം അവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, അവിടെ സുഖം നഷ്ടപ്പെടും, മനസമാധാനം നഷ്ടപ്പെടും, മക്കളെ വളർത്താൻ പ്രയാസമുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ 5, 8, 10 മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തിയില്ലേ? ഇന്നത്തെ ഈ സാഹചര്യമൊന്നുമില്ല. ഫ്രിഡ്ജില്ല, വാഷിംഗ് മെഷീനില്ല, വൈദ്യുതി ഇല്ല, ജീവിത സാഹചര്യങ്ങളില്ല. അന്ന് നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ കഷ്ടപ്പെട്ട മക്കളെ വളർത്തിയത്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. സുഖലോലുപതയുടെ ആഡംബരത്തിൻ്റെ പിടിയിലകപ്പെട്ടുന്ന ക്രൈസ്തവ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുക. മക്കൾക്ക് ജന്മം നൽകാൻ മടിയ സഹോദരിമാർക്ക് ഈ ചിന്ത മാറ്റണം. ധാരാളം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം. ക്രൈസ്തവ സമൂഹം വളരണം. ഉൽപ്പത്തി 1:28 ദൈവം മനുഷ്യന് നൽകിയ ആദ്യത്തെ അനുഗ്രഹമാണ്, നിങ്ങളുടെ സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ. സന്താന പുഷ്ടി ഉള്ളവരായി പെരുകുവിൻ. ഹല്ലേലൂയ. സ്നേഹത്തിൽ നമുക്ക് വളരാം. ജനിച്ച നാടും വീടും മണ്ണും വിട്ട് കുടിയേറുന്ന ചിന്ത നമുക്ക് ഹൃദയത്തിൽ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ മണ്ണിൽ നമുക്ക് വിദ്യാഭ്യാസം ചെയ്ത് അധ്വാനിച്ച് മക്കൾക്കൊക്കെ നല്ല ജോലിയും ഉയർന്ന സ്ഥാനമൊക്കെ ആയി ഇവിടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. യൂറോപ്യൻ രാജ്യങ്ങൾ വരും കാലങ്ങളിൽ സുരക്ഷിതമാണെന്ന് ചിന്തിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹൃദയത്തിൽ മനസ്സിലാക്കി ധ്യാനിച്ച് അതിൻ്റെ ആഴങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുക. പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിയ ഈ വലിയ ചിന്ത, എല്ലാവരും സഹോദരരാണ്, നമുക്ക് സ്നേഹത്തിൽ വളരാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ കരുണയായിരിക്കണമേ. ക്രൈസ്തവ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ കുടുംബങ്ങളിൽ ധാരാളം മക്കൾ പിറക്കട്ടെ. വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം നടക്കട്ടെ. കടബാധ്യതക്കാരെ മോചിപ്പിക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സ്വന്തം ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള വലിയൊരു ദാഹം ദൈവജനത്തിന് നൽകണമേ. ഈ മണ്ണിൽ പെരുകി വളരുവാനുള്ള കൃപ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗപീഠകൾ, തകർച്ചകൾ, എതിർചിന്തകൾ, പരാജയ ചിന്തകൾ ഒക്കെ വിട്ടുമാറട്ടെ. കർത്താവേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പേരെന്താ? ഫെമിയ. എന്തായിരുന്നു പ്രയാസം? ഞാൻ റേഡിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലെഡ് ഏപ്രൺ ഇടണം ഞങ്ങൾക്ക്. അപ്പോൾ 3.5 വർഷമായിട്ട് എനിക്ക് 2 ഇടുപ്പിനും ഭയങ്കര വേദനയാണ്. എനിക്ക് നിന്ന് സ്ക്രബ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ കിടക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടൊന്നും തിരിയാൻ പറ്റത്തില്ല. കാലിന് 2 സൈഡിലും ഭയങ്കര വേദനയാണ് ഇവിടുന്ന് താഴോട്ട്. ഡോക്ടറിനെ കണ്ടു.
എനിക്ക് ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് തരുമായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും കുറയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു എനിക്ക്. ഒന്ന് ഇരുന്നെണീറ്റേ, എണീക്കട്ടെ, ഇരുന്നേ, എണീറ്റ്. ആ കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ് നന്നായിട്ട് ഇടുപ്പൊക്കെ തിരിയട്ടെ, കാലൊക്കെ തിരിയട്ടെ, നടുപ്പൊക്കെ തിരിയട്ടെ. ഒന്നുകൂടി എണീറ്റ്, എണീക്കട്ടെ, ഇരുന്ന് എണീറ്റ്. വേദനയുണ്ടോ? ഇല്ല ഇല്ല, യേശു എടുത്തോണ്ട് പോയി. ഇന്നലെ വൈകിട്ട് ഈ മോള് പ്രാർത്ഥന സമയത്ത് വന്നിരുന്നു, പറഞ്ഞു. എൻ്റെ സാബു ബ്രദർ തൊട്ടു വൈകിട്ട് എൻ്റെ മൈഗ്രെയിൻ ആണെന്നാണ് പറഞ്ഞത്. 4 വർഷമായിട്ട് എനിക്കുണ്ട്. ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടു. അപ്പോൾ ആദ്യം അവരെനിക്ക് തന്നത് ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് ആണ്. നഴ്സുമാർക്കറിയാം ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം ഞാനത് എടുത്തില്ല. 4 വർഷമായിട്ട് സഫർ ചെയ്യുവാണ്. CT/MRI എടുത്തു, അതിനകത്തൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ അവർ മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല, ഭയങ്കര ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഏർലി മോർണിംഗിൽ എണീക്കാൻ പറ്റത്തില്ല, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ ഭയങ്കര ഹെഡേക്കാണ്. അപ്പം ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച പെയിനൊന്നും എനിക്കില്ലല്ലോ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു നല്ലോണം. ഇന്നലെ സാബു ബ്രദറിലൂടെ ദൈവം എന്നെ തൊട്ടു. ഇന്ന് രാവിലെ മുതൽ എനിക്ക് ആ പെയിൻ ഇല്ല. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ, യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.